ഞാൻ ബിന്ദു സമ്പത്ത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഡെർമ കളറിൻ്റെതാണ്. ഡെർമ എന്ന് പറയുന്നത് ക്രയോൺ എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെയാണ്. പണ്ട് മുതൽക്കേ നിലനിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. വെയിൽ സമയത്തും കൂടുതൽ ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളപ്പോഴും ഇത് വളരെ യൂസ്ഫുള്ളാണ്. എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് കൺസിസ്റ്റൻസി വന്ന് തിക്കാണ്. അപ്പോൾ അത് എങ്ങനെ ഇന്ന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ആദ്യം ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ലാ റോഷെ പോസെ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഡ്രൈ സ്കിന്നുകാർക്കും കുറച്ച് സെൻസിറ്റീവായ സ്കിന്നുകാർക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതൊരു 1 മിനിറ്റെങ്കിലും ഒന്ന് കിടക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ സമയം നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാൻ കാറ്റിൽ നമുക്കിതൊന്ന് ഡ്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്തത് ഞാൻ ഉപയോഗിക്കുന്ന ആൻറ്റി ഏജിങ് സൺസ്ക്രീനാണ്. ഇതിൻ്റെ പേര് ആനി മാരി ബോർലൻഡ് എന്നാണ്. 50++ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇതേ കുറച്ച് വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ ഇടുമ്പോൾ അത്രയും അറിയുന്നില്ല. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കിന്ന് മോയ്സ്ചറൈസർ കൊണ്ട് ഇങ്ങനെ ഫില്ലായതുപോലെ കിട്ടുന്നുണ്ട്. ടോണിങ് മോയ്സ്ചറൈസർ ആൻഡ് പ്രൈമർ എന്ന് പറയാറുണ്ട്. കാരണം പ്രൈമർ ആക്ച്വലി എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മേക്കപ്പ് ഗ്രിപ്പ് കിട്ടാനാണ്. ഡെർമ പാലറ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത്രമാത്രം നല്ലൊരു ഹോൾഡിങ് കൺസിസ്റ്റൻസി ഇതിലുണ്ട്. ഇതിൻ്റെ ഒപ്പം നമ്മൾ എന്താ ചെയ്യേണ്ട, ഒരു മേക്കപ്പ് ബ്ലെൻഡർ കൂടെ ഇതിലേക്ക് യൂസ് ചെയ്യണം. നമുക്ക് വന്നിട്ട് കുറച്ച് ലിക്വിഡി ആയിട്ട് മാറ്റാൻ പറ്റും. ഇതിൻ്റെ തന്നെ സ്റ്റിക്ക് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടിട്ടോ വേണം എടുക്കേണ്ടത്. കാരണം എന്നിട്ട് ഞാൻ ഇതിലേക്ക് മേക്കപ്പ് ബ്ലെൻഡർ കൂടെ യൂസ് ചെയ്യുവാണ്. അപ്പം കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു, പക്ഷെ ഞാൻ അതിനതേ ലൈറ്ററാക്കി. ഇനി ഇതിനെ നമുക്ക് മാക്കിൻ്റെ പൗഡർ ഫൗണ്ടേഷനാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് ലോക്ക് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ നല്ലോണം വേർത്താലും ഒലിച്ചു പോകുന്ന മാതിരിയല്ല. പേജ് ഇതുവരെ ഫോളോ ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്.